ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ഓണം പ്രോഗ്രാം. ഓണത്തിനേക്കാളും മെയിനായിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും ഒത്തുകൂടുക എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ മാറ്റി ഒരുക്കി നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സദ്യ ഓരോരോ ഫാമിലിയിൽ നിന്ന് ഓരോരോ ഐറ്റംസ് വെച്ചിട്ട് കൊണ്ടുവരാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഐറ്റംസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഫോട്ടോ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നവരൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോരുത്തർ വന്ന് നമ്മൾ സദ്യ വിളമ്പാൻ നോക്കുക കേട്ടോ. നമ്മൾ ഓരോ ഫാമിലി ഓരോന്നായതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും സദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യ വിളമ്പുന്നതിൻ്റെ മുന്നേ എല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇല ഇടാൻ തുടങ്ങി. ആദ്യം ഫസ്റ്റ് ചെറിയ മക്കളൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് ഹാളിൽ ഫുള്ള് വിരിച്ച് ഇലയൊക്കെ ഇട്ട്. ഈ സാരി ഉടുത്തിട്ട് നിലത്ത് വിരിക്കുന്നതും വിളമ്പുന്നതും അത്ര സിമ്പിൾ ടാസ്ക് അല്ല എന്നുള്ളത് ഇതുടുത്ത് നിലത്ത് വിളമ്പാനിരിക്കുമ്പോൾ കേട്ടോ മനസ്സിലാകുന്നത്. അതിൻ്റെ ഇടയിൽ സാരി ഉടുത്ത് വിളമ്പുന്ന കണ്ടിട്ട് അതിനെ കളിയാക്കി ചിരിക്കുന്നവരാണ് ഈ കാണുന്നത്. പിന്നെ വരിക്ക് എല്ലാവരും ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി. കുട്ടികളെ ഇരുത്തി ഈ മക്കൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയവർക്ക് നമ്മൾ ടേബിളാണ് കൊടുത്തത്, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിലത്ത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെല്ലാവരും നിലത്തിരുന്ന്. ഈ ഒരു സമയം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നാമത് സാരി ഉടുത്ത ആർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അതിനെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും പറഞ്ഞ് ആ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ ചിരിച്ച് എല്ലാവർക്കും ഫേസ് വരെ വേദന ആവാൻ തുടങ്ങി. അവസാനം പായസവും പഴവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് സദ്യ എന്തായാലും അടിപൊളിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസിലേക്ക് കടന്നു കേട്ടോ. ഫസ്റ്റ് കുട്ടികളെ കസേരക്കളി, അങ്ങനെ ഓരോ ഗെയിംസായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ശരിക്കും ഫാമിലിയൊക്കെ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒത്തുകൂടണം അല്ലേ എല്ലാവരും കൂടെ. ശരിക്കും കുട്ടികൾ തമ്മിലാണെങ്കിലും വലിയവർ തമ്മിലാണെങ്കിലും ആ ഒരു ബോണ്ടിങ് വരണമെങ്കിലും ഈ ഒരു ഒത്തുകൂടൽ എന്താ പറയുക, എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിരിച്ചു പോയത്. അത്രയും അടിപൊളിയായിട്ടാണ് ഈ പ്രോഗ്രാം ആണെങ്കിലും. ശരിക്കും ഓണം സെലിബ്രേഷൻ എന്നുള്ളതിനേക്കാൾ മുകളിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാട്ടോ ഇതിൽ. അങ്ങനെ നമ്മൾ കസേരക്കളി കഴിഞ്ഞ് സുന്ദരിക്ക് പൊട്ടുവിടലാട്ടോ. ഞാൻ അളവെടുത്ത് പോയിട്ട് ലാസ്റ്റ് ഞാൻ പിരികം വരച്ച് പോന്ന്. അവസാനം എൻ്റെ ഉമ്മച്ചി കറക്റ്റ് പോയിട്ട് പൊട്ട് തൊട്ടുണ്ട്. അത് അളവെടുത്തതാണോ ഇനി ഒളിഞ്ഞ് നോക്കിയതാണോ എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. വലിയവർ ചെറിയവർ എന്നല്ലാണ്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ ഇത്. അതായത് കുട്ടികൾക്ക് മാത്രമല്ലാണ്ട് വയസ്സായവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവസാനം ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞൊരു ദിവസമായത്. ഇതാണ് കേട്ടോ മനു. ഇവനാണ് എനിക്ക് വീഡിയോസ് ഫുള്ള് ഷൂട്ട് ചെയ്ത് തന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ലാസ്റ്റ് ഗെയിമാട്ടോ ഇത്. ഇത് ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ ഉള്ളത്, പക്ഷെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ഒരു ഗെയിമിലാട്ടോ. അമ്മായിമാരും ഉമ്മമാരും മരുമക്കളും എല്ലാവരും കൂടെ നിന്ന് കളിച്ചതാട്ടോ. ഇത് കഴിഞ്ഞിട്ട് മൂത്താപ്പ അളിയന്മാർ എല്ലാവരും കളിച്ചൊരു ഗെയിമുണ്ട്. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ അവരെയൊക്കെ കാണുന്നത്. ഇതുപോലെ അയ്യോ ഇവരിങ്ങനെ ചെയ്യുമോ എന്നുള്ളത്. അവരൊക്കെ അത് എൻജോയ് ചെയ്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് കുട്ടികളും ആ ഗെയിം തന്നെ കളിച്ച് പിന്നെ ഞങ്ങൾ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് പാട്ട് പാടി. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ ഇരുന്നു. ശരിക്കും ഒന്ന് ഒത്തുകൂടിയപ്പോൾ എല്ലാം മറന്ന് ആഘോഷിച്ച് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് എല്ലാവരും പോകുന്നൊരു ഫീൽ എന്ന് പറയുന്ന ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇനി മിസ് ചെയ്യാൻ പോകുന്നത് ഇനി തിരിച്ചു പോയാലാണ് കേട്ടോ. ഈ വീഡിയോസ് കാണുമ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും ഈ ഒരു ദിവസം കഴിയേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ കൂടെ ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് പറഞ്ഞത് ഇന്നലെ എല്ലാവരും എന്തിനാ തിരിച്ചു പോയാൽ ആരും പോകണ്ടായിരുന്നു എന്നാണ്. അതായത് ശരിക്ക് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ അവസാനം നമ്മൾ വെല്ലിപ്പാക്ക് ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഒരു മൊമെൻ്റാട്ടോ ഇത്. കസേരക്കളിയിലും പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു. എല്ലാത്തിലും പ്രൈസ് കിട്ടിയ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം രാത്രി ആവാറായപ്പോൾ എല്ലാവരും പോവാനായി. അപ്പോൾ എല്ലാവരും പരിപാടീൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതാട്ടോ നിങ്ങളെ കാണുന്നത്. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഒരു പരിപാടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ പറഞ്ഞത് നമുക്ക് ഇനിയും ഇതുപോലെ കൂടണം, നമുക്ക് ട്രിപ്പ് പോകണം എല്ലാവരും കൂടെ. അതായത് അത്രയും എല്ലാവരും എൻജോയ് ചെയ്ത് എന്നുള്ളതാണത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കുടുംബസ്നേഹങ്ങൾ എന്നെന്നും നിലനിൽക്കട്ടെ അല്ലേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.